ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടം ഡെമോ കാണിക്കുമെന്ന് PV അൻവർ പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ അതാ ഡെമോ കാണിക്കുകയാണ്. അതിലേക്ക് പോ. അവിടെ ഒന്ന് പറയുകയാണെങ്കിൽ അവിടെ കൊണ്ടുവെക്കുന്നതല്ലേ. ആ ഒരു ഇതും കൂടി കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് പറഞ്ഞാൽ പോലെ എടുത്താൽ പോരെ. ആ മതി നേരം മതി. കൊടോടോ ഇപ്പോഴെന്നാ പറയുന്നത്? മതിവഴിയല്ല പോയത്. അങ്ങനെ ചാട്ടം നടന്നിട്ടില്ല. ഇല്ല ഇല്ല, ഞാൻ തിരിച്ചു വിളിക്കട്ടെ. വഴിക്ക് പിന്നെ എടുക്കാടാ. ശാന്തകുമാർ ചേരുന്നുണ്ട്. ശാന്തകുമാർ, ഈ ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടത്തിന്റെ ഡെമോയാണ് PV അൻവർ കാണിക്കുന്നത്. അതുവഴി അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഗോവിന്ദസ്വാമിക്ക് സഹായം കിട്ടി എന്നാണോ പറയാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് PV അൻവറിന്റെ ലക്ഷ്യം? സംശയകരമാണ്. ജയിൽ ചാടാൻ ഗോവിന്ദസ്വാമിക്ക് കഴിയില്ല എന്ന് സമർത്ഥിക്കാൻ തന്നെയാണ് PV അൻവർ ശ്രമിക്കുന്നത്. അദ്ദേഹം അതാണ് ആദ്യം ജയിൽ അഴിയുടെ കമ്പിക്ക് ഏകദേശം 1.5 ഇഞ്ച് കനമുണ്ട്. 1.5 ഇഞ്ച് കനമുള്ള ഒരു കമ്പി ആണ് ഗോവിന്ദസ്വാമി മുറിച്ചത് എന്ന് പറയുന്നത്. പക്ഷെ അത് ആക്സോ ബ്ലേഡ് വെച്ച് മുറിക്കുന്നതിന് കഴിയില്ല. വളരെ പെട്ടെന്ന് അത് മുറിച്ചു മാറ്റാൻ കഴിയുന്ന ഒന്നുമല്ല. ഒരു ആക്സോ ബ്ലേഡ് കൊണ്ടൊന്നും മുറിച്ചാൽ മുറിയുന്നതല്ല ഈ കമ്പി. അത് ബ്രിട്ടീഷുകാരുള്ള കാലത്ത് ഉള്ള ജയിലാണ്. അതിന്റെ കാസ്റ്റ് അയൺ സംവിധാനത്തിലുള്ളതാണ് അതിന്റെ ജനൽ അഴികൾ. അവയൊന്നും ആക്സോ ബ്ലേഡ് മുറിക്കാൻ കഴിയില്ല. ഇതെല്ലാം ആസൂത്രിതമാണ് എന്ന് തന്നെയാണ് PV അൻവർ പറയാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം വീണ്ടും അത് ഈ മതിൽ ചാടുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. മതിൽ ചാടുന്നതിന് വേണ്ടി ഉള്ള മതിലിന്റെ ഹൈറ്റാണ്, ഉയരമാണ് ഇപ്പോൾ കാണുന്നത്. ഏകദേശം 7.5 മീറ്റർ ഉയരമുള്ള ഒരു മതിലാണ്. ആ മതിലിന്റെ 7.5 മീറ്റർ ഉയരമുള്ള മതിലിന് താഴെ 2 പ്ലാസ്റ്റിക് ഡ്രമ്മുകൾ കൊണ്ടുവന്ന അതിന് മുകളിൽ കയറി ആണ് ഗോവിന്ദസ്വാമി ജയിൽ ചാടിയെന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ ചാടാൻ കഴിയില്ല. അതാണ് ഇപ്പോൾ അദ്ദേഹം വീണ്ടും വിശദമായി അതേക്കുറിച്ച് പറയാൻ ശ്രമിക്കുന്നത്. അതിനുള്ള ഡെമോ തന്നെയാണ്. എവിടെയാണ് ഈ ഡെമോ അദ്ദേഹം കാണിക്കുന്നത്? ഇത് എവിടെയാണ്? ഈ മതിലൊക്കെ ആരെങ്കിലും കൊണ്ട് ചാടിപ്പിക്കുമോ അതോ സ്വന്തമായി അദ്ദേഹം തന്നെ കയറുമോ? എന്താണ് മനസ്സിലാക്കുന്നത്? അദ്ദേഹം കയറുന്നതല്ല. പക്ഷേ ഇത് മഞ്ചേരിയിലാണ്. PV അൻവറിന്റെ തന്നെ ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ മതിൽ തന്നെയാണ് ഇത്. ആ മതിലിന്റെ മുകളിലാണ് ജീവനക്കാരും പാർട്ടി പ്രവർത്തകരും ഒക്കെ തന്നെയാണ് കൂടെയുള്ളത്. അവർ ആണ് ഇപ്പോൾ ഒരു ടേപ്പ് എല്ലാം എടുത്ത് അളന്നുകൊണ്ട് അതിന്റെ ഉയരം കാണിക്കുന്നത്. അതായത് 7.5 മീറ്റർ ഉയരത്താണ് ഇപ്പോൾ ഒരാൾ നിൽക്കുന്നത്. ആ ആൾ നിന്ന് അതിന്റെ താഴെ കാണുന്ന 3 ഡ്രമ്മുകൾ അടുക്കി വെച്ചിരിക്കുന്നു. അങ്ങനത്തെ 2 ഡ്രമ്മുകൾക്ക് മുകളിൽ കയറിയാണ് ഗോവിന്ദസ്വാമി മുകളിൽ അപ്പുറത്തേക്ക് ചാടിയത്. 7.5 മീറ്റർ ഉയരമുള്ള ഈ മതിൽ ചാടിയത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉയരമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇത് എങ്ങനെ ചാടാൻ കഴിയുമെന്ന് അത് സംശയകരമാണ്. അതാണ് വിശദമായി അന്വേഷിക്കണം, അതിനെക്കുറിച്ച് പരിശോധന നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഇത്തരത്തിൽ ആ കോണിക്ക് മുകളിൽ ഇപ്പോൾ ഒരാൾ ഇറങ്ങുന്നത് കാണാം. അതിന് തൊട്ട് മുകളിൽ തന്നെ ഒരു തുണി കെട്ടിയിട്ടുണ്ട്. അത്ര ഉയരത്തിലുള്ള തുണി കെട്ടി അതിന് മുകളിലൂടെ ഒരു ജയിൽ പുള്ളിക്ക്, അത് ഒരു കൈ ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ കയറാൻ കഴിയും? ഇവയെല്ലാം ആസൂത്രിതമായി തയ്യാറാക്കിയ ഒരു തിരക്കഥയാണ് എന്ന് തന്നെയാണ് PV അൻവർ പറയാൻ ശ്രമിക്കുന്നത്. അതായത് അദ്ദേഹം അതിൽ അവസാനം പറഞ്ഞു വെക്കുന്നത് VS അച്യുതാനന്ദന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഒരു ജനപ്രീതി ഉണ്ടായിരുന്നു. ആ ജനപ്രീതി അത് മറച്ചു വെക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായി നടത്തിയ ഒരു ശ്രമം കൂടിയാണ് ഇത് എന്ന് അദ്ദേഹം അതേക്കുറിച്ച് പറയുകയാണ്. അത്തരം ആ ജനപ്രീതി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് കൊണ്ടുപോകുന്നത്. അതിനുവേണ്ടിയാണ് ഇപ്പൊ ഗോവിന്ദസ്വാമിയുടെ ഒരു ജയിൽ ചാട്ടം ഒരു നാടകമായി രൂപീകരിച്ച് തയ്യാറാക്കിയിട്ടാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ ഉദാഹരണങ്ങൾ കാണിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ വലിയ ഒരു തയ്യാറെടുപ്പുകളും അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങളും ഒരുക്കി ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാര്യങ്ങൾ വിശദീകരിച്ചത്. ലക്ഷ്മി.
എന്തായാലും ഗോവിന്ദച്ചാമി ഒറ്റയ്ക്ക് എങ്ങനെ ജയിലിൽ ചാടി എന്നുള്ളത് എല്ലാവർക്കും തന്നെ സംശയവുമാണ്. അതെങ്ങനെ സാധ്യമാകും എന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അത് പുറത്തുനിന്ന് സഹായം കിട്ടി, സർക്കാർ സഹായം കിട്ടി എന്നാണ് PV അൻവറിൻ്റെ ആരോപണം. അത് തെളിയിക്കാനാണ് അദ്ദേഹം ഈ ഡെമോ ഇപ്പോൾ ഒരുക്കുന്നത്.